ഹായ് പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, 10th പ്രിലിംസ് കഴിഞ്ഞു അല്ലേ? ആദ്യഘട്ടം കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ നോക്കിയിട്ടുണ്ടോ എവിടെ നിന്നാണ് എക്സാമിന് ചോദ്യങ്ങൾ വന്നത്? SCERTയിൽ നിന്ന് തിരഞ്ഞു പിടിച്ചുള്ള ചോദ്യങ്ങൾ, ഒരു പാഠത്തിൽ തന്നെ ഒരുപാട് ചോദ്യങ്ങൾ ഒരു പ്രിലിംസ് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് കണ്ടാൽ അടുത്ത സ്റ്റേജ് 2ലും സ്റ്റേജ് 3യിലൊക്കെ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നതിനെക്കുറിച്ച് കൃത്യമായൊരു ധാരണ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമ്മൾ SCERTയിൽ നിന്ന് എവിടെയൊക്കെ പ്രിലിംസ് എക്സാമിന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് അതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ഇതിൻ്റെ ആദ്യത്തെ ഭാഗമാണ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് ആദ്യത്തെ ഭാഗത്ത് കുറച്ച് ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഏതൊക്കെയാണ് നോക്കൂ. ആദ്യത്തെ ചോദ്യം എക്സാമിന് ചോദിച്ച ഒരു പ്രധാനപ്പെട്ട ചോദ്യമായിരുന്നു. 1859 ജെയിംസ് ഡാറ കയർ ഫാക്ടറി സ്ഥാപിച്ച സ്ഥലം ഏത്? ആലപ്പുഴ, കൊല്ലം, വർക്കല ഇവയൊന്നുമല്ല. ഏതായിരുന്നു ഉത്തരം? ആദ്യത്തെ കയർ ഫാക്ടറി സ്ഥാപിച്ചത് എവിടെയായിരുന്നു? ആലപ്പുഴയിലാണ് അല്ലേ? ആലപ്പുഴയിലാണ്. SCERTയിൽ 10ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൽ നിന്ന് കേരളം ആധുനികതയിലേക്ക് എന്ന ചാപ്റ്ററിൽ നിന്ന് 158ാമത്തെ പേജിൽ നിങ്ങൾക്ക് കാണാം. 1859 ആദ്യത്തെ കയർ ഫാക്ടറി ആലപ്പുഴയിൽ സ്ഥാപിതമായി. അതിൻ്റെ കൂടെ ഒരു എക്സ്ട്രാ നോളജാണ് എന്ത്? ജെയിംസ് ഡാറയാണ്. അത് മറ്റൊരു ടെക്സ്റ്റിലുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഒരു ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യം നോക്കൂ. മലയാള ഭാഷയിലെ ആദ്യ നിഘണ്ടു ആരുടെ സംഭാവനയായിരുന്നു? ആഞ്ചലോസ് ഫ്രാൻസിസ്, അർണോസ് പാതിരി, ബെഞ്ചമിൻ ബെയ്ലി, ഹെർമൻ ഗുണ്ടർട്ട്. ഇതിൻ്റെ ഉത്തരം ഏതാണ്? അർണോസ് പാതിരിയാണല്ലേ? അർണോസ് പാതിരി. ഈ ഉത്തരം നിങ്ങൾക്ക് അതേ ചാപ്റ്ററിൽ 159ാമത്തെ പേജിൽ കാണാം. എന്താണ്? മലയാളത്തിൽ വ്യാകരണ ഗ്രന്ഥങ്ങളും നിഘണ്ടുവും തയ്യാറാക്കുന്നതിൽ കൂടുതൽ താല്പര്യം പ്രകടിപ്പിച്ചത് ജസ്യൂട്ട് മിഷനറിമാരാണ്. ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ് ആണ് മലയാളത്തിലെ ആദ്യ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത്. മലയാള ഭാഷയിലെ ആദ്യ നിഘണ്ടു രൂപപ്പെടുത്തിയത് അർണോസ് പാതിരിയാണ്. ക്ലിയർ അല്ലേ? അർണോസ് പാതിരിയാണ്. ഇതാണ് ക്വസ്റ്റ്യൻ കേട്ടോ, ആദ്യ നിഘണ്ടു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. 1809 കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചതാര്? പഴശ്ശിരാജ, പാലിയത്തച്ഛൻ, വേലുത്തമ്പി ദളവ, മാർത്താണ്ഡവർമ്മ. ഉത്തരം ഓപ്ഷൻ സി, വേലുത്തമ്പി ദളവയാകുന്നു. നിങ്ങൾ വേലുത്തമ്പിയും പാലിയത്തച്ഛനും എന്ന ഭാഗത്ത്, അതായത് കേരളം ആധുനികതയിലേക്ക് എന്ന സെയിം ചാപ്റ്ററിൽ 154 കാണാം. 1809 ജനുവരി 11 പുറത്തിറക്കിയ കുണ്ടറ വിളംബരത്തിലൂടെ വേലുത്തമ്പി ബ്രിട്ടീഷുകാർക്കെതിരെ ആയുധമെടുത്തു. ഈ ചാപ്റ്ററിൽ നിന്ന് 3ാമത്തെ ക്വസ്റ്റ്യനാണ് പ്രിലിംസിന് വന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. 1920 മഞ്ചേരിയിൽ നടന്ന മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിൽ ഉൾപ്പെടാത്ത വിഷയമേത്? അപ്പോൾ 1920 മഞ്ചേരിയിൽ ഒരു മലബാർ രാഷ്ട്രീയ സമ്മേളനം നടന്നു. അതിൽ പ്രധാനമായി ചർച്ച ചെയ്ത വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പെടാത്തത് ഏത്? ഭരണ പരിഷ്കരണം, കുടിയാന്മ പ്രശ്നം, ജനസംഖ്യാനുപാത, സംവരണം, ഖിലാഫത്ത്. അപ്പോൾ ഇത് അതേ ചാപ്റ്ററിൽ 163ാമത്തെ പേജിൽ കാണാം. 1920 മഞ്ചേരിയിൽ നടന്ന അവസാനത്തെ മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിൽ ചർച്ച ചെയ്ത് എന്തൊക്കെയാണ്? ഭരണ പരിഷ്കരണം, കുടിയാൻ പ്രശ്നം, ഖിലാഫത്ത് തുടങ്ങിയവ ചർച്ച ചെയ്തു. എന്തൊക്കെ? ഭരണ പരിഷ്കരണം, കുടിയാൻ പ്രശ്നം, ഖിലാഫത്ത്. ഇതിലില്ലാത്തത് ഏതായിരിക്കും? നിങ്ങൾ നോക്കൂ. ഇതിലില്ലാത്തത് ഏതാണ്? ജനസംഖ്യാനുപാത, സംവരണം. ഈ ഓപ്ഷൻ അതിൽ ഉൾപ്പെട്ടിട്ടില്ല. ഇനി നിങ്ങൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. യോഗക്ഷേമ സഭ രൂപീകരിക്കുന്നതിന് നേതൃത്വം നൽകിയത്? നവോത്ഥാനവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആയിരുന്നു. അതേ ചാപ്റ്ററിൽ നിന്ന് വന്ന ക്വസ്റ്റ്യനാണ്. മന്നത്ത് പത്മനാഭൻ, VT ഭട്ടതിരിപ്പാട്, വൈകുണ്ഠസ്വാമികൾ, വാഗ്ഭടാനന്ദൻ. ആരാണ് യോഗക്ഷേമ സഭ സ്ഥാപിച്ചത്? VT ഭട്ടതിരിപ്പാട് അല്ലേ? VT ഭട്ടതിരിപ്പാട്. ഓപ്ഷൻ ബി ആണ് ശരി, VT ഭട്ടതിരിപ്പാട്. ഇത് അതേ ചാപ്റ്ററിൽ 161ാമത്തെ പേജിൽ കാണാം. പണ്ഡിറ്റ് കറുപ്പൻ, അരയ സമാജം, മന്നത്ത് പത്മനാഭൻ, നായർ സർവീസ് സൊസൈറ്റി, VT ഭട്ടതിരിപ്പാട്, യോഗക്ഷേമ സഭ, കുമാരഗുരുദേവൻ, പ്രത്യക്ഷ രക്ഷാ ദേവസ്വം. ഇതിൽ നിന്ന് വന്ന ചോദ്യം ഒരു ക്വസ്റ്റ്യൻ ഇത് വന്നു. ചിലപ്പോൾ അടുത്ത എക്സാമിന് മറ്റുള്ള ഓപ്ഷനിൽ നിന്നായിരിക്കും ചോദ്യം വരിക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ.
1817 ഗൗരി പാർവതിബായി പുറപ്പെടുവിച്ച വിളംബരത്തിലെ ശ്രദ്ധേയമായ പരിഷ്കാരം എന്തായിരുന്നു? ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറക്കാനുള്ള അവകാശം അതാണോ രാജ്ഞി പുറപ്പെടുവിച്ചത്? അല്ലെങ്കിൽ മരുമക്കത്തായത്തിനെതിരായ നിയമങ്ങൾ, ഏകീകൃതമായ ശിക്ഷാവിധികൾ, പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കി? ഏതാണ് ഉത്തരം? 1817 വിളംബരമാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ആ പരിഷ്കാരം ഏതായിരുന്നു ഇത്? അതേ നോക്കൂ, അതേ ചാപ്റ്ററിൽ 159 പേജിൽ കാണാം. ഇവിടെ നിങ്ങൾ നോക്കൂ, 159 പേജിൽ തിരുവിതാംകൂറിലെ ഭരണാധികാരിയായിരുന്ന ഗൗരി പാർവതിബായി 1817 പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് പുറപ്പെടുവിച്ച വിളംബരം ശ്രദ്ധേയമാണ്. അവിടെ ഓപ്ഷനിൽ കൊടുത്തതിൽ ഏതാണ്? പ്രൈമറി വിദ്യാഭ്യാസം. ഇതാണ് ശരി. അപ്പോൾ ഈ പാഠം അരിച്ചു പെറുക്കിയാണ് ക്വസ്റ്റ്യൻ ഇടുന്ന ആൾ ക്വസ്റ്റ്യൻ ഇട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ അടുത്ത എക്സാമിനും പ്രതീക്ഷിക്കാം. 22ാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു, താഴെ പറയുന്നവയിൽ ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നുള്ളത്? ഇത് 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൽ പഴയ ടെക്സ്റ്റ് ബുക്കിലാണ് ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമരവും. അതിൽ 112ാമത്തെ പേജിൽ കണ്ടോ, ഗാന്ധിജി തൻ്റെ പ്രസംഗത്തിൽ ഇപ്രകാരം ആഹ്വാനം ചെയ്തു: സ്വാതന്ത്ര്യത്തിൽ കുറഞ്ഞ യാതൊന്നും വേണ്ട, ഇതാ ഒരു മന്ത്രം. ആ മന്ത്രമായിരുന്നു പ്രവർത്തിക്കുക അതല്ലെങ്കിൽ മരിക്കുക. ഇത് 1942 ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ, ഏതിലായിരുന്നു? ക്വിറ്റ് ഇന്ത്യ സമരത്തിലാണ് ഗാന്ധിജി ഈ മുദ്രാവാക്യം ഉയർത്തിയത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ, വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം വഹിച്ചിരുന്നത് ആരായിരുന്നു? ടി.കെ. മാധവൻ, എ.കെ. ഗോപാലൻ, മന്നത്ത് പത്മനാഭൻ, പി. കൃഷ്ണപിള്ള? ഏതാണ് ഉത്തരം? നോക്കൂ, അതായത് 10ാം ക്ലാസ്സിലെ കേരളം ആധുനികതയിലേക്കെന്ന പാഠത്തിൽ നിന്ന് 162 കേട്ടോ, 162ാമത്തെ പേജിലാണ് ഇതുള്ളത്. എന്തായിരുന്നു? സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രക്ഷോഭങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് വൈക്കം സത്യാഗ്രഹം. 1924 അല്ലേ ടി.കെ. മാധവൻ്റെ നേതൃത്വത്തിൽ നടന്ന ഈ സമരത്തോട്. അപ്പോൾ ഇതേ ചാപ്റ്ററിൽ നിന്ന് വന്ന മറ്റൊരു ക്വസ്റ്റ്യനാണ്. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കൂ, കുറിച്യ ലഹളയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതാണ്? കുറിച്യ കലാപമാണ് കേട്ടോ. 1812 കുറിച്യ കലാപം ഉണ്ടായത്. വയനാട് ജില്ലയിലെ കുറിച്യ കുമ്പാര വിഭാഗത്തിൽപ്പെട്ടവരാണ് ലഹളയ്ക്ക് നേതൃത്വം നൽകിയത്. പ്രധാന നേതാവ് രാമനമ്പിയായിരുന്നു. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മലബാറിൽ നടത്തിയ ജനവിരുദ്ധ നികുതി നയങ്ങൾക്കെതിരെ നടത്തിയ ലഹളയായിരുന്നു. ഇതും 10ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൽ ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പും എന്ന ചാപ്റ്ററിൽ 72ാമത്തെ പേജിലാണ് കുറിച്യ കലാപത്തെക്കുറിച്ച് പറയുന്നത്. അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ്? 1812 ഈ കലാപത്തിൻ്റെ കാരണങ്ങൾ. അതുപോലെ വയനാട് ജില്ലയെ കുറിച്യ കുമ്പാര ആരായിരുന്നു? കുറിച്യരും കുറുമ്പ്രരുമാര് അല്ലേ, കുറുമ്പ്രരുമാണ്, കുമ്പാരയല്ല. ഇവിടെ നോക്കൂ, കുമ്പാര എന്ന് കണ്ടില്ലേ, കുമ്പാര. ഈ ഓപ്ഷനാണ്, ഇവിടെ ആണ് മിസ്റ്റേക്ക് വന്നത്. പെട്ടെന്ന് വായിച്ചു പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്ത് ചെയ്യുക, കുറുമ്പ്രർ എന്ന് വരും. നിങ്ങളെ കൺഫ്യൂസ് ചെയ്യിക്കാൻ പറ്റിയ രീതിയിലുള്ള ക്വസ്റ്റ്യനാണ് ഇട്ടത്. പിന്നെ പ്രധാന നേതാവാരായിരുന്നു? രാമൻ നമ്പിയുടെ നേതൃത്വത്തിലായിരുന്നു. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മലബാറിൽ നടപ്പിലാക്കിയ ജനവിരുദ്ധ നികുതി നയങ്ങൾക്കെതിരെ, അതും ഇവിടെ അമിത നികുതി ചുമത്തിയത് അല്ലേ, അതിനെതിരെയായിരുന്നു അല്ലെ, പണമായി അടയ്ക്കാൻ നിർബന്ധിച്ചത്. ഇതൊക്കെ നികുതിയുടെ പ്രശ്നമാണ്. അപ്പോൾ തീർച്ചയായും കുറുമ്പ്രർ എന്നുള്ളതാണ് ശരി. ഇത് ചാപ്റ്റർ 10ാം ക്ലാസ്സിലെ ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പും സോഷ്യൽ സയൻസിലുള്ളതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ പാർട്ട് 2 അടുത്ത ദിവസം തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ശ്രദ്ധിച്ച് അടുത്ത എക്സാമിന് വളരെ പ്രിപ്പയർ ആയിട്ട് തന്നെ പോവുക. എവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻ വരുന്നു അതിൻ്റെ മറ്റു കാര്യങ്ങളും കൂടി പഠിക്കുക. കാരണം കൃത്യമായ സിലബസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ആ സിലബസ് അനുസരിച്ച് മാത്രം പഠിക്കുക. തീർച്ചയായും നിങ്ങൾക്ക് ഈ പ്രിലിംസ് കടക്കാൻ പറ്റും. താങ്ക് യു.